സഹോദരങ്ങളെ, ജനുവരി 28 തിരുസഭ വിശുദ്ധ തോമസ് അക്വീനാസിന്റെ തിരുനാൾ ആചരിക്കുകയാണ്. അതിനാൽ നമുക്കിന്ന് വിശുദ്ധ തോമസ് അക്വീനാസിനെ കുറിച്ച് ധ്യാനിക്കാം. ഇറ്റലിയിലെ നേപ്പിൾസിനടുത്ത് റോക്കാസേക്ക എന്ന സ്ഥലത്തായിരുന്നു തോമസ് അക്വീനാസിന്റെ ജനനം. അച്ഛനും അമ്മയും രാജകുടുംബാംഗങ്ങളായിരുന്നു. 5-ാമത്തെ വയസ്സിൽ ബെനഡിക്ടൻ സന്യാസികൾ നടത്തുന്ന മോന്തെകാസ്നോയിൽ വിദ്യാരംഭം കുറിച്ച തോമസ് 11-ാം വയസ്സിൽ നേപ്പിൾസ് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിച്ചു. 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഡൊമിനിക്കൻ ആശ്രമത്തിൽ ചേർന്നത് ചക്രവർത്തിയുടെ ബന്ധുക്കളായ തോമസിന്റെ കുടുംബത്തിന് സഹിക്കാനായില്ല. അവർ തോമസിനെ 2 വർഷം വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു. ഈ സമയത്ത് തോമസിന്റെ സഹോദരി കൊടുത്ത ബൈബിളും തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകാർ. അധികം വൈകാതെ ഡൊമിനിക്കൻ സന്യാസിമാർ അദ്ദേഹത്തെ ഒരു കൊട്ടയിൽ ഒളിപ്പിച്ച് തന്ത്രപൂർവ്വം രക്ഷിച്ചു. പിന്നീട് മഹാനായ വിശുദ്ധ ആൽബർട്ടിന്റെ കീഴിൽ ഉപരിപഠനം തുടർന്ന അദ്ദേഹം വൈദികനായ ശേഷം ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും നേടി. തുടർന്ന് പാരീസ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപനം ആരംഭിച്ച തോമസിന്റെ പണ്ഡിതോചിതമായ ക്ലാസുകൾ കേൾക്കാൻ വിദ്യാർത്ഥികൾ ഓടിക്കൂടി. കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാരിലെ രാജകുമാരനെന്നും ഏഞ്ചലിക് ഡോക്ടർ എന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. വെറും 49 വർഷത്തിനുള്ളിൽ 60ഓളം വിശിഷ്ട കൃതികൾ അദ്ദേഹം രചിച്ചു. അമാനുഷികമായ ബുദ്ധിവൈഭവം വ്യക്തമാക്കുന്ന രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ലിയോൺ സുലഹദോസിൽ പങ്കെടുക്കുവാനുള്ള യാത്രാമധ്യേയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. പോപ്പ് ജോൺ 22-ാം മാർപ്പാപ്പ 1323 ജൂലൈ 18 ഫാദർ തോമസിനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. 1567 ഏപ്രിൽ 11 പോപ്പ് പയസ് 5-ാമൻ അദ്ദേഹത്തെ ഡോക്ടർ ഓഫ് ദി ചർച്ച് എന്ന പദവിയിലേക്ക് ഉയർത്തി. 1918 വിശുദ്ധ തോമസിന്റെ നാമവും കോഡ് ഓഫ് കാനൻ ലോയിൽ ഉൾപ്പെടുത്തി. കൂടാതെ എല്ലാ കത്തോലിക്ക യൂണിവേഴ്സിറ്റികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രത്യേക മധ്യസ്ഥനായും വിശുദ്ധ തോമസ് അക്വീനാസിനെ സഭ അംഗീകരിച്ചു. തേഞ്ഞിപ്പലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സമീപത്തായി വിശുദ്ധ തോമസ് അക്വീനാസിന്റെ നാമധേയത്തിൽ പള്ളി സ്ഥിതി ചെയ്യുന്നു. ഇന്ന് നമുക്ക് വിശുദ്ധ തോമസ് അക്വീനാസിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ സമർപ്പണ പ്രാർത്ഥന ചൊല്ലി ഈശോയ്ക്ക് കാഴ്ചവെക്കാം. കരുണാനിധിയായ യേശുവേ, നിനക്കിഷ്ടമുള്ളവയെ മാത്രം ഞാൻ ആഗ്രഹിക്കട്ടെ. നിന്റെ നാമത്തിന് സ്തുതിയും മഹത്വവും നൽകുന്നതൊക്കെയും നന്നായി മനസ്സിലാക്കുവാനും വിവേകത്തോടെ അന്വേഷിക്കുവാനും വിശ്വസ്തയോടെ നിറവേറ്റുവാനും എന്നെ സഹായിക്കണമേ. നീ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ തക്ക വിധം എൻ്റെ ദിവസത്തെ ക്രമീകരിക്കണമേ. അതെല്ലാം എൻ്റെ ആത്മനന്മയ്ക്ക് ഉപകരിക്കട്ടെ. വിജയത്തിൽ മതിമറക്കാതെയും പരാജയത്തിൽ ഭഗ്നാശനാകാതെയും ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. നിന്നോട് അടുക്കുന്നതിൽ നിന്നുള്ള സന്തോഷവും നിന്നിൽ നിന്ന് അകലുന്നതിൽ നിന്നുള്ള ദുഃഖവും എനിക്ക് മതി. നീയല്ലാതെ മറ്റാരെയും പ്രീതിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്രീതിപ്പെടുത്താൻ ഭയപ്പെടുന്നുമില്ല. സ്വർഗീയ നന്മയെ പ്രതി ലൗകികമായതെല്ലാം ഞാൻ ത്യജിക്കുന്നു. നിനക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ഞാൻ പരിത്യജിക്കട്ടെ. നിനക്കായി ചെയ്യുന്നതൊക്കെയും എനിക്ക് ആനന്ദദായകവും നീയില്ലാത്ത സന്തോഷങ്ങൾ അരോചകവുമാകട്ടെ. എൻ്റെ ചിന്തകളെ നിന്നിലേക്ക് അനുസ്യൂതം തിരിക്കുവാനും ഞാൻ അതിൽ പരാജയപ്പെടുമ്പോൾ നിശ്ചയദാർഢ്യത്തോടെ മനസ്തപിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. പരാതി കൂടാതെ അനുസരിക്കുവാനും പരിതപിക്കാതെ ദാരിദ്ര്യം അനുഭവിക്കാനും ആരും കാണാതെ എളിമപ്പെടാനും ആർഭാടം കൂടാതെ ആഹ്ലാദിക്കുവാനും നിരാശനാകാതെ അനുതപിക്കുവാനും പ്രൗഢി കൂടാതെ ഗൗരവമുള്ളവനാകാനും ചാബല്യമില്ലാതെ ഉല്ലസിക്കുവാനും വഞ്ചന കൂടാതെ സത്യസന്ധനാകാനും എന്നെ പഠിപ്പിക്കണമേ. നഷ്ടധൈര്യനാകാതെ നിന്നെ ഭയപ്പെടാനും അഹങ്കരിക്കാതെ നന്മ ചെയ്യുവാനും ധാർഷ്ട്യം കൂടാതെ അയൽക്കാരനെ തിരുത്തുവാനും വക്രതയില്ലാതെ വാക്കാലും പ്രവൃത്തിയാലും അവന് മാതൃകയാകുവാനും എന്നെ പ്രാപ്തനാക്കണമേ. വ്യർത്ഥചിന്തകൾ എന്നെ നിന്നിൽ നിന്ന് അകറ്റാതിരിക്കുവാൻ ജാഗ്രതയുള്ള ഹൃദയവും അശുദ്ധമായ സ്നേഹത്താൽ മലിനമാകാതിരിക്കുവാൻ ഒരു ശുദ്ധ ഹൃദയവും ദുരുപദേശങ്ങളാൽ കറ പുരളാത്ത ഒരു നിർമ്മല ഹൃദയവും എനിക്ക് തരണമേ. പ്രലോഭനങ്ങളെ ജയിക്കുവാനുള്ള ശക്തിയും ജഡികാസക്തിക്ക് വഴങ്ങാത്ത ആത്മസ്വാതന്ത്ര്യവും നിന്നെ അറിയുവാനുള്ള മനസ്സും തേടുവാനുള്ള ഹൃദയവും കണ്ടെത്തുവാനുള്ള വിജ്ഞാനവും ഹൃദ്യമായ പെരുമാറ്റവും വിശ്വസ്തയോടെ കാത്തിരിക്കുവാനുള്ള ക്ഷമയും നിന്നെ അവസാനം പുൽകുവാനുള്ള പ്രത്യാശയും എനിക്ക് നൽകണമേ. എൻ്റെ പരീക്ഷകളെ പ്രായശ്ചിത്തമായും നിന്റെ കൃപകളെ എൻ്റെ പാതിയിലെ അനുഗ്രഹങ്ങളായും നിന്റെ സന്തോഷങ്ങളെ സ്വർഗീയ മഹത്വത്തിന്റെ അച്ചാരമായും ഞാൻ സ്വീകരിക്കുന്നു. ആമേൻ.